പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഡെയിലി ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് ഈ ശുശ്രൂഷ ചെയ്യുന്നത് ഒരു അത്ഭുത ഭദ്രാസന ദേവാലയത്തിലാണ്. കേരള കത്തോലിക്ക ചരിത്രത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭദ്രാസന ദേവാലയമാണ്. പ്രിയപ്പെട്ട മക്കളെ, 1498 മെയ് മാസത്തിൽ കാപ്പാട് വന്നിറങ്ങിയ വാസ്കോഡി ഗാമ ഇവിടെ ഈ പുണ്യഭൂമിയിൽ വരികയും കോവിൽഹാം എന്ന ഗ്രേറ്റ് മിഷണറി മെയ് മാസത്തിൽ ഇവിടെ എത്തുകയും ജൂലൈ മാസത്തിൽ ഇവിടെ വെച്ച് മരണമടയുകയും ചെയ്ത്, ആദ്യം വന്ന മിഷണറിമാർ ഇവിടെ രക്തസാക്ഷികളായിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ ചരിത്രം പറയുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഈ ഭദ്രാസന ദേവാലയം പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ളതാണ്. മദർ ഓഫ് ഗോഡ്, മാതൃദേവി, ദൈവത്തിൻ്റെ അമ്മ. ആ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലുള്ളതാണ് കോഴിക്കോട് രൂപതയുടെ വലിയ പള്ളി എന്നറിയപ്പെടുന്ന, കോഴിക്കോടിൻ്റെ വലിയ പള്ളി എന്നറിയപ്പെടുന്ന ഈ ഭദ്രാസന ദേവാലയം. ഈ ദേവാലയത്തിലെ ആദ്യത്തെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന തന്നെ ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കണ്ണുനീരിന്ന് ഒപ്പിയെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കച്ചവട തടസ്സങ്ങളുടെ മേൽ കർത്താവ് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കടബാധ്യതകളാൽ വേദനിക്കുന്ന മക്കളുടെ കണ്ണുനീരൊപ്പുന്നതിന് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കല്യാണ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്ക് ഈ ഇന്നത്തെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഒരു പുത്തൻ അഭിഷേകമായി മാറണം. കാരണം നൂറുകണക്കിന് മിഷണറിമാർ ബലിയർപ്പിച്ച ഈ അത്ഭുത അൾത്താറിയ, മിഷണറിമാരായ മെത്രാന്മാർ ബലിയർപ്പിച്ച അത്ഭുത അൾത്താറിയ, പൗലൂസ് പെരേനി എന്ന അത്ഭുത മെത്രാൻ ബലിയർപ്പിച്ച ബലിവേദിയാണ്. ലയോൺ പ്രോസ്പെറിയോ ബലിയർപ്പിച്ച ബലിവേദിയ. ആൽദോ മരിയ പത്രോണി എന്ന മലബാറിൽ ഏറ്റവും ഗ്രേറ്റ് ബിഷപ്പായി അറിയപ്പെടുന്ന ആൽദോ മരിയ പത്രോണി പിതാവ് അർപ്പിച്ച ബലിവേദിയ. വിശുദ്ധനായ മാക്സ്വെൽ വളണ്ടൈൻ നൊറോണ പിതാവ് ബലിയർപ്പിച്ച ബലിവേദിയ. വരാപ്പുഴ രൂപതയുടെ ആർച്ച് ബിഷപ്പ് കളത്തിപ്പറമ്പിൽ പിതാവ് ബലിയർപ്പിച്ച ബലിവേദിയ. ഇപ്പോഴത്തെ നമ്മുടെ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവ് ഇവിടെ ബലിയർപ്പിക്കുന്ന സ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ വയനാട്ടിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൻ്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ അനവധി ആളുകൾ അച്ഛനെ വന്ന് കാണുവാനും അച്ഛനോടൊപ്പം പ്രാർത്ഥിക്കാനും ആഗ്രഹിച്ചു. അവർക്ക് അങ്ങ് വയനാട്ടിൽ എത്തുന്നതിന് വളരെയധികം പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ അഭിവന്യ പിതാവ് ആഗ്രഹിച്ചു, ഇവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത്, ഇവിടെ KSRTC ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് ആളുകൾക്ക് വരാനുള്ള സൗകര്യങ്ങൾക്കായി അഭിവന്യ പിതാവ് ഈ ദേവാലയത്തിലേക്ക് എന്നെ അയച്ചിരിക്കുക. മക്കളെ, ഇതിൻ്റെ ആദ്യ ഡെലിവറൻസ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അന്ധകാര ശക്തികൾ, തിന്മകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിലെ കലഹങ്ങൾ, നിങ്ങളുടെ കുടുംബ തകർച്ചകൾ, നിങ്ങളുടെ മക്കളുടെ പഠന വൈകല്യങ്ങൾ, മൊബൈൽ ഫോണിനോടുള്ള അവരുടെ ആസക്തികൾ, മൊബൈലുമായിട്ടുള്ള അവരുടെ അകാരണമായിട്ടുള്ള പൈശാചികമായ ബന്ധനങ്ങൾ കർത്താവിൽ നിന്ന് എടുത്തു മാറ്റട്ടെ. നിങ്ങളുടെ മക്കൾ ഓൺലൈൻ ഗെയിമിനോ തെറ്റായ ബന്ധങ്ങൾക്കോ ലഹരിക്കൊക്കെ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തന്നെ അത്ഭുതം നടക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ
ഇത് അത്ഭുത ഭദ്രാസന ദേവാലയമാണ്. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം കർത്താവ് ഫലദായകമായി മുക്കി മാറ്റട്ടെ. അവിടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് നിങ്ങളെ സഹായിക്കട്ടെ. തങ്ങളുടെ മക്കൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ഈ അത്ഭുത ദിവസം, ഈ അത്ഭുത അൾത്താരയിലൂടെ നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മദ്യപാനം, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ലഹരി, നിങ്ങളുടെ ആൺമക്കളുടെ മദ്യപാനം, അവരുടെ ജീവിതത്തിൽ ഉയർച്ചയില്ലാത്ത അവസ്ഥ, വിദേശങ്ങളിൽ ചെന്നപ്പെട്ടിട്ടും PR കിട്ടാതെ, ആഗ്രഹിക്കുന്ന ജോലി കിട്ടാതെ അനവധി പേരാ വിളിക്കുന്നത്, അച്ഛാ എൻ്റെ മകന് പഠിത്തം കഴിഞ്ഞു, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുക, അവർക്ക് പഠിക്കുന്നതിനാവശ്യമായ പണത്തിനായി ഒരു ജോലി വേണം. അതിൻ്റെ തടസ്സങ്ങൾ ഇന്ന് മാറട്ടെ. അവർക്കായി വാതിലുകൾ തുറക്കപ്പെടട്ടെ. മാനസിക രോഗികളായിട്ടുള്ളവർ, ഒരു യുവ ഭർത്താവ് തൻ്റെ ഭാര്യയുമായി വധിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അവൾക്കുള്ള ആ മാനസിക പീഡകൾ, അതേപോലെ എത്രയോ യുവ ദമ്പതികളുടെ മേലാണ് ഡിപ്രഷൻ, വിഷാദ രോഗം വന്ന് ജീവിക്കാനാവാത്ത അവസ്ഥയിൽ, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത അവസ്ഥകളിൽ വേദനിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, അഭിഷേകത്തിൻ്റെ ആത്മാവ്, ഡെലിവറൻസിൻ്റെ ആത്മാവ്, മോചനത്തിൻ്റെ ആത്മാവ്, വിശുദ്ധീകരണത്തിൻ്റെ ആത്മാവ്, ദൈവസ്നേഹത്തിൻ്റെ ആത്മാവ് അവരിൽ വന്ന് നിറയട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനം മർക്കോസ് 9-ാം അധ്യായം 23-ാമത്തെ തിരുവചനമാണ്. അവിടെ പിശാച് ബാധിച്ച ബാലനെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഭാഗത്ത് ആ ബാലൻ്റെ അപ്പം വന്ന് കർത്താവിനോട് കരഞ്ഞ് എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ യേശു പറയുന്നതാണ് 9:23 മത്തായി മർക്കോസ്. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ. കാരണം അയാൾ പറഞ്ഞു, കർത്താവേ നിനക്ക് കഴിയുമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണം. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. പ്രിയപ്പെട്ട മക്കളെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് സാധിച്ചു കിട്ടും. അതാണ് വിശ്വാസത്തിൻ്റെ വരം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ലഭിച്ചു കഴിഞ്ഞുവെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയും ഒക്കെ പങ്കുചേരാം. പരിശുദ്ധാത്മാവിനെ വിളിച്ചെന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ ഈ ഭദ്രാസന ദേവാലയത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ ഒരു പുത്തൻ അഭിഷേകം ഇറങ്ങി വരട്ടെ. സ്തുതിച്ച് മക്കളെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്താലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താലും വിശുദ്ധ മിഖയേല്, വിശുദ്ധ റഫേല്, വിശുദ്ധ ഗബ്രിയേല് അവരുടെ മാധ്യസ്ഥ ശക്തിയാലും കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ എല്ലാ പൈശാചിക ശക്തികളെയും എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളും ബന്ധനങ്ങളും രോഗങ്ങളും ആകുലതകളും ആദിവ്യാധികളും കുടുംബ തകർച്ചകളും രോഗപീഠകളും ഉണ്ടാക്കുന്ന സകലവിധ ശക്തികളെയും തിന്മയുടെ ആധിപത്യങ്ങളെയും എല്ലാ നെഗറ്റീവ് എനർജികളെയും അസൂയകളെയും കണ്ണുവെക്കലുകളെയും കൂടോത്രങ്ങളെയും ക്ഷുദ്രക്രിയകളെയും കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി ഈ ഭദ്രാസന ദേവാലയത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേൽ ഇറങ്ങി വരട്ടെ. ആ ശക്തിയാൽ ഞാൻ കൽപ്പിക്കുന്നു, പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, മനുഷ്യ മക്കളുടെ ജീവിതത്തിൽ തീരാവ്യാധികളും രോഗങ്ങളും കഷ്ടതകളും പീഡകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, ശാപങ്ങളെ, കൈവശ ശക്തികളെ, സർപ്പദോഷങ്ങളെ നിങ്ങളെ ബന്ധിക്കുന്നു, നിങ്ങളെ ശാസിക്കുന്നു, യേശുനാമത്തിൽ ആട്ടിപ്പായിക്കുന്നു. സ്തുതിച്ച മക്കളെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ ഒരു പുതിയ അഭിഷേകം എന്ന് നിറയട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ്റെ പൊടിമറ്റം കൺവെൻഷൻ വൻ വിജയമായി തീർന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അതിശക്തമായ പ്രാർത്ഥന അതിന് ലഭിച്ചതുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകളാണ് ആ കൺവെൻഷനിൽ പങ്കെടുത്തത്. ദൈവത്തിന് നന്ദി പറയുക. ഇനി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കൊല്ലം വാടി തീരദേശ കൺവെൻഷനാണ്. 10,000 പങ്കെടുക്കുന്ന കൺവെൻഷൻ. നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ മക്കളെ. അവിടുത്തെ വികാരിയച്ചന്മാരിന് വേണ്ടി, അവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിന് വേണ്ടി, അവിടുത്തെ നാനാജാതി മതസ്ഥർക്ക് വേണ്ടി ആ വലിയ ആ ഗ്രൗണ്ടിൽ ആ കൺവെൻഷൻ നടക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേൽ ഇറങ്ങി വരുവാനും അച്ഛൻ്റെ ടീം അംഗങ്ങളെ മുഴുവൻ സമർപ്പിച്ച്, മധ്യസ്ഥ പ്രാർത്ഥന ടീം, കൗൺസിലിംഗ് ടീം, മറ്റു പാട്ടുകാർ, അവരെല്ലാവരെയും സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം ഈ അത്ഭുത ദേവാലയത്തിൻ്റെ മധ്യസ്ഥയായ ദൈവത്തിൻ്റെ അമ്മയുടെ മാധ്യസ്ഥത്താൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്താൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.